നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഹരിനാമകീർത്തനത്തിലെ 32ാമത്തെ പദ്യം നോക്കാം. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നിം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. ഇപ്പം ഈ ഒരു പദ്യത്തിലും ഭഗവാന്റെ ആ ഒരു ലീലകളുടെ ആ ഒരു വിരുദ്ധത അല്ലെങ്കിൽ വൈരുദ്ധ്യം പല സന്ദർഭങ്ങളിലും, ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ ചില കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ചെയ്യുമ്പോൾ മറ്റു ചില സമയത്ത് വളരെ കഠിനമായിട്ട് ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെ തമ്മിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ രാമകഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വൃന്ദാവനത്തിലെ ഗോപികമാരോടുള്ള ഭഗവാന്റെ ആ ഒരു ലീലയെ കുറിച്ചും രണ്ടും കൂടിയാണ് ആ വൈരുദ്ധ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ശ്രീരാമ അവതാരത്തിൽ കാട്ടിൽ പാർക്കുമ്പോൾ തൻ്റെ ഭാര്യയായിട്ടുള്ള സീതയുമായിട്ട് വേർപിരിഞ്ഞ് നടക്കുന്ന ശ്രീരാമചന്ദ്രൻ ഭാര്യയെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, രാവണൻ കട്ടുകൊണ്ട് പോയപ്പോഴേ. അപ്പോൾ ആ ഒരു ഗ്രീഷ്മകാലത്ത്, ആ ഒരു കഠിനമായിട്ടുള്ള വെയിലുള്ള ആ ഒരു കാലത്ത് അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞു, ഇത് പിന്നെ ഇതൊരു ഗ്രീഷ്മകാലത്തെ ആ ഒരു നിലാവ് കണ്ടിട്ട് ഗ്രീഷ്മകാലത്തെ വെയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നിലാവ് പോലും പിന്നെ വെയിലാണെന്ന് തെറ്റിദ്ധരിക്കുകയല്ല, അതിൻ്റെ ആ ഒരു നിലാവിനെ പോലും കഠിനമായ വെയിലായിട്ട് ഭഗവാന് തോന്നി. അങ്ങനെ വിലപിച്ച് നടന്നു. എന്നാൽ വേറൊരു സമയത്ത് കൃഷ്ണാവതാരത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് തന്നിൽ ഒരുപാട് പ്രേമമുള്ള ഗോപികമാരെ കാട്ടിൽ തന്നെ തിരഞ്ഞ് നടത്തി വിഷമിപ്പിച്ചു. അപ്പോൾ ഗോപികമാരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഭഗവാൻ ഇങ്ങനെ അവിടുന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഒരു സമയത്ത് ഗോപികമാരോട് ഇങ്ങനെ ഭഗവാൻ ഒരു രാസലീലയിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഗോപികമാർക്ക് തമ്മിൽ ഒരു അഹങ്കാരം വരും. എൻ്റെ കൂടെയാണ് കൃഷ്ണൻ എന്നുള്ള ഒരു അഹങ്കാരം വന്നപ്പോൾ അവരുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അന്തർധാനം ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്രത്യക്ഷമാകുമ്പോൾ ഗോപികമാർ ഒരുപാട് പ്രയാസപ്പെട്ട് ഭഗവാൻ ഇങ്ങനെ തിരഞ്ഞ് നടന്ന്, അപ്പോൾ അവരുടെ ആ ഒരു വിഷമിച്ച് അവർ നടക്കുന്ന ആ ഒരു രീതിയിലും. അപ്പോൾ പിന്നെ രാമൻ ആ ഒരു നിലാവ് ഉള്ള സമയത്ത് പോലും നടക്കുമ്പോൾ കഠിനമായ വെയിൽ ഉള്ള പോലെയുള്ള ഒരു അനുഭവം രാമന് നമ്മൾ രാമായണം വായിക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ അങ്ങനെ കൃഷ്ണൻ രാമൻ്റെ അവതാരം എടുത്തിട്ട് അങ്ങനെ ഒരു രീതിയിൽ വിലപിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമിക്കുമ്പോൾ, ഇവിടെ വേറൊരു സ്ഥലത്ത് കൃഷ്ണാവതാര കാലത്ത് തന്നിൽ വളരെയധികം ഭക്തിയും പ്രേമവുമുള്ള ഗോപികമാരെ കാട്ടിൽ ഭഗവാനെ തന്നെ തിരയാൻ വേണ്ടി ഭഗവാൻ ഒരുപാട് തിരയാനും ഒക്കെ ഒരു അവസരം കൊടുത്ത് അവരെ വിഷമിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് ആ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുളിർനിലാവ് ഘർമാതപമായി രാമകഥയിൽ രാമലക്ഷ്മണന്മാർ തിരഞ്ഞു നടന്ന സമയത്ത് പ്രകൃതിയിലെ സൗന്ദര്യം മുഴുവൻ രാമന് ദുഃഖപ്രദമായി തോന്നിയെന്നും, അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ രാമൻ സീതയെ ചൊല്ലി വിലപിക്കുന്നുണ്ട്. അതായത് ചന്ദ്രാനനെ നീ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായത് എന്ന് പറഞ്ഞിട്ട് രാമായണത്തിലെ വരികൾ. അതായത് ചന്ദ്രൻ്റെ നിലാവ് പോലും രാമന് സൂര്യൻ്റെ കഠിനമായ താപം പോലെ തോന്നി. അങ്ങനെയാണ് ആ വരിയുടെ അർത്ഥം. അപ്പോൾ സീതയെ ചൊല്ലിയുള്ള ഈ രാമൻ്റെ വിലാപത്തെയാണ് ഇവിടെ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ
പറഞ്ഞു നിജപത്നിം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. ഇനി മൃഗാക്ഷികളെ വൃന്ദാവനത്തിൽ തന്നെ തിരഞ്ഞ് നടക്കാനും ഭഗവാൻ വേണുഗാനം മുഴക്കിയപ്പോൾ ആ വേണുഗാനത്തിൽ മതിമറന്ന് ഓടിയെത്തിയ അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ രാസലീലയിൽ ഏർപ്പെട്ട ആ ഗോപികമാരെ അവരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ ഗോപികമാർ ഒരുപാട് ഭഗവാനെ തെരഞ്ഞു നടന്നു വൃന്ദാവനത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോപികമാരുടെ ആ സ്തുതിയാണ് ജയദേതികം ജന്മനാവ്രജ എന്ന് പറഞ്ഞ് ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗോപികാ ഗീതമുണ്ട്. അത് ദശമസ്കന്ധത്തിൽ 31-ാം അധ്യായത്തിലാണ് ഗോപികാ ഗീതം. അപ്പോൾ ഈ ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ പിന്നീട് ഇവരുടെ ഗീതമൊക്കെ കേട്ടപ്പോൾ അലിവ് തോന്നിയിട്ട് ഭഗവാൻ വീണ്ടും ഗോപികമാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് സീതയെ പിരിഞ്ഞ് വിലപിച്ച് നടക്കുന്ന രാമൻ, അതും കൃഷ്ണൻ്റെ അവതാരം തന്നെയാണല്ലോ. പിന്നെ ഒരു സ്ഥലത്ത് തന്നോടിഷ്ടമുള്ള ഗോപികമാരെ വലച്ചുകൊണ്ട് അവരെ തന്നെ തിരയാൻ വേണ്ടി നിയോഗിക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് അവിടുത്തെ വൈവിധ്യം അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തൊരു വൈരുദ്ധ്യമാണ് കൃഷ്ണ എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് വിരുദ്ധങ്ങളായിട്ടുള്ള പല കാര്യങ്ങളെയും ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ് കുറേ പദ്യങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. ഘർമാദപം കുളിർന്നിലാവുന്ന തമ്പിയോട് ചെമ്മയെ പറഞ്ഞു നിജപത്നിയും പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. നിജപത്നിയും പിരിഞ്ഞളവ്, കാട്ടിൽ പാർക്കുമ്പോൾ നിജപത്നി സ്വന്തം ഭാര്യ പിരിഞ്ഞ് അളവ് സീതയുമായിട്ട് വേർപിരിഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോൾ കുളിർനിലാവ് എന്നുള്ള അർത്ഥമാണ്, എങ്ങും പരന്ന നിലാവ്. ഘർമാദപം എന്ന് ഗ്രീഷ്മകാലത്തെ കഠിനമായ വെയിലാണ് എന്ന് ചെമ്മേ മടി കൂടാതെ തമ്പിയോട് പറഞ്ഞു, അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞ് കരഞ്ഞു. അഥാ പിന്നൊരിക്കൽ കൃഷ്ണാവതാരകാലത്ത് വൃന്ദാവനത്തിൽ മൃഗാക്ഷികളെ തന്നിൽ പ്രേമ ആസക്തരായ ഗോപികമാരെ തന്നെ തിരഞ്ഞ് കാട്ടിൽ തന്നെ അന്വേഷിച്ച് മറുകിച്ചു, വല്ലാതെ വിഷമിച്ചു എന്നാണ് മറുകിച്ചു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നാരായണായ നമ, ആ നാരായണന് നമസ്കാരം. അപ്പോൾ അർത്ഥം ഒന്നും കൂടെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ശ്രീരാമ അവതാരത്തിൽ കാട്ടിൽ പാർക്കുമ്പോൾ തൻ്റെ ഭാര്യയായ സീതയുമായി വേർപിരിഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോൾ എങ്ങും പരന്ന നിലാവ് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ ഗ്രീഷ്മകാലത്തെ കഠിന വെയിലാണ് എന്ന് അനുജനായ ലക്ഷ്മണനോട് പറയുന്ന ഒരു സന്ദർഭം, അങ്ങനെ ആ പറഞ്ഞ് വിലപിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പിന്നൊരിക്കൽ കൃഷ്ണാവതാരകാലത്ത് വൃന്ദാവനത്തിൽ വെച്ച് തന്നിൽ പ്രേമാസക്തരായിട്ടുള്ള ഗോപികമാരെ കാട്ടിൽ തന്നെ ഗോപികമാരെ തന്നെ തിരയാൻ വേണ്ടി ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്ത് അവരെ തിരഞ്ഞു നടത്തിച്ച് വല്ലാതെ വിഷമിപ്പിച്ചു. അങ്ങനെയുള്ള നാരായണ അങ്ങേക്ക് നമസ്കാരം. അതാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ പദ്യം 32 ഒരിക്കൽ കൂടെ ചൊല്ലാം. ഘർമാദപം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നിം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പോൾ ഇത്രയും ഈ ഒരു പദ്യം 32 ഗുരുവായൂരപ്പൻ്റെ പാദഹാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.